ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, പ്രസിഡന്റ്, യുവജന ഗ്രന്ഥാലയം, കേരളം. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഇതിഹാസ നായകനും CPIM സ്ഥാപക നേതാക്കളിൽ ഒരാളും പുനപ്ര വയലാറിൻ്റെ പുത്രനും സ്വാതന്ത്ര്യ സമര സേനാനിയും 2006 മുതൽ 2011 വരെ കേരള മുഖ്യമന്ത്രിയായും 7 തവണ നിയമസഭാംഗമായും 3 തവണ പ്രതിപക്ഷ നേതാവായും 1980 മുതൽ 1991 വരെ CPM സംസ്ഥാന സെക്രട്ടറിയായും CPM പോളിറ്റ് ബ്യൂറോ അംഗമായും ദേശാഭിമാനി പത്രത്തിലെ ചീഫ് എഡിറ്ററായും സർവോപരി CPMൻ്റെ സമരസൂര്യനുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടേക്ക് 1 വർഷം തികയുകയാണ്. 1 വർഷം മുമ്പ് നടന്ന ആ വിലാപയാത്ര കേരള ജനത ഒരിക്കലും മറക്കില്ല. 2025 ജൂലൈ 21 വൈകുന്നേരം സഖാവ് VS നമ്മെ വിട്ടുപിരിഞ്ഞു. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് 29 മണിക്കൂർ നീണ്ടുനിന്ന വിലാപയാത്രയ്ക്ക് ശേഷം ജൂലൈ 23 രാത്രി 9 മണിക്ക് വലിയ ചുടുകാട്ടിൽ ആ വിപ്ലവജ്വാല അണഞ്ഞു. കോരിച്ചൊരിയുന്ന മഴയത്തും സഖാവിനെ ഒരു നോക്ക് കാണുവാൻ ആബാലവൃദ്ധം ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. അടിമതുല്യം ജീവിതം നയിച്ചൊരു ജനതയ്ക്ക് പുതുജീവിതം നേടിക്കൊടുത്ത സമരസൂര്യന് വിട നൽകുവാൻ കേരളം ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. പുനപ്ര വയലാർ രക്തസാക്ഷികൾക്കും സഖാക്കളുടെ സഖാവായ സഖാവ് P. കൃഷ്ണപിള്ള ഉൾപ്പെടെ മഹാന്മാരായ നേതാക്കൾക്കൊപ്പം സഖാവ് VSനെയും വലിയ ചുടുകാട് ഹൃദയത്തോട് ചേർത്ത് വെച്ചു. 1923 ഒക്ടോബർ 20 അമ്പലപ്പുഴ പുനപ്ര ബെന്തലത്തറ കുടുംബത്തിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി സഖാവ് VS ജനിച്ചു. VSൻ്റെ 4ാം വയസ്സിൽ അമ്മ മരിച്ചു. വസൂരി വെടിപെട്ടാണ് അമ്മ മരിച്ചത്. വസൂരി വന്നവരെ ആ കാലത്ത് വീട്ടിൽ കിടത്തുകയില്ല. വീട്ടിലാകെ ഒരു മുറി മാത്രമേ ഉള്ളൂ. വീടിന് താഴെ വയലിൽ ഓല ഷെഡ് കെട്ടി അതിലാണ് അമ്മയെ കിടത്തിയത്. അമ്മയെ കാണാൻ അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ ആ ഓല ഷെഡിലേക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നും അമ്മയുടെ ഞരക്കവും കരച്ചിലും കേട്ടത് തീരാവേദനയായി ഓർമ്മയിലുണ്ടെന്ന് സഖാവ് VS പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മരിച്ചാൽ ആ ഓല ഷെഡിനടക്ക തീ കൊടുക്കുകയാണ് പതിവ്. 11ാമത്തെ വയസ്സിൽ അച്ഛനും മരിച്ചു. ദൈവവിശ്വാസത്തെക്കുറിച്ച് ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ VS പറഞ്ഞത്, അമ്മ മരിച്ചു, തുടർന്ന് അച്ഛനെയെങ്കിലും രക്ഷിക്കണേ എന്ന് ദൈവത്തോട് ഞാൻ പലതവണ പ്രാർത്ഥിച്ചു. പക്ഷേ അച്ഛനെ ഒരു ദൈവവും രക്ഷിച്ചില്ല. പിന്നീട് ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. VSന് 7ാം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞത്. കടുത്ത ദാരിദ്ര്യം മൂലം തുടർന്ന് പഠിക്കുവാൻ കഴിഞ്ഞില്ല. ആ കാലത്ത് സ്കൂളിൽ പോയ VSനെ സവർണജാതിക്കാരായ കുട്ടികൾ ക്രൂരമായി മർദ്ദിച്ചു. വിവരം വീട്ടിൽ വന്ന് ജ്യേഷ്ഠനോട് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ നല്ല പിടിയുള്ള അരഞ്ഞാണുണ്ടാക്കി കൊടുത്തു. അരഞ്ഞാണ് മരിയിൽ ചുറ്റി സ്കൂളിൽ പോകാൻ പറഞ്ഞു. അടുത്ത ദിവസം സവർണ കുട്ടികൾ അടിക്കാൻ വന്നപ്പോൾ VS അരയിൽ നിന്നും അരഞ്ഞാൽ വലിച്ചെടുത്ത് വീശി അടിച്ചു. കുട്ടികൾ ഹെഡ് മാസ്റ്ററോട് പോയി പരാതി പറഞ്ഞു. സംഭവം VS വിശദീകരിച്ചപ്പോൾ ഹെഡ് മാസ്റ്റർ VSനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അനീതികൾക്കെതിരായ പോരാട്ടം അന്ന് തുടങ്ങിയതാണ്. പഠനത്തിന് ശേഷം ജ്യേഷ്ഠൻ്റെ തയ്യൽ കടയിൽ ജോലി ചെയ്തു. ഈ പണി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ ആസ്പിൻവാൾ കയർ കമ്പനിയിൽ ജോലിയിൽ ചേർന്നു. തുടർന്ന് അവിടെയുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചു. VS തൊഴിലാളികളുടെ നേതാവായി മാറി. ആ സമയത്ത് കയർ ഫാക്ടറിയിൽ എത്തിയ സഖാവ് P. കൃഷ്ണപിള്ള VSനെ പരിചയപ്പെട്ടു. തുടർന്ന് രാത്രികാലങ്ങളിലെ പഠന ക്ലാസ്സുകളിൽ നിരന്തരം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന VSലെ പോരാട്ട വീര്യം കണ്ട് ഇതൊരു തീപ്പൊരിയാണ്, തീ പടർത്താൻ ഇവന് കഴിയും. ഒരു ദിവസം സഖാവ് കൃഷ്ണപിള്ള VSനോട് പറഞ്ഞു, നിന്റെ ദൗത്യം വേണ്ടത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്. സ്ത്രീകൾ മാനഭംഗത്തിൻ്റെ ഇരയാകുന്നു. അവിടെ വെച്ച് അവരെ സംഘടിപ്പിച്ച് പോരാട്ടത്തിനൊരുക്കൂ. അച്യുതാനന്ദൻ ദൗത്യം ഏറ്റെടുത്തു. കൃഷ്ണപിള്ള 5 രൂപയും കൊടുത്ത് കുട്ടനാട്ടിലേക്ക് VSനെ അയച്ചു. അപ്പോൾ വയസ്സ് 17. VS കുട്ടനാട്ടിലെത്തി. കർഷക തൊഴിലാളികൾ അടിമപ്പണിക്കാരായിരുന്ന കാലം. അവരെ അവകാശബോധമുള്ളവരാക്കി മാറ്റണം. പ്രവർത്തനത്തിന് ഒപ്പം നടക്കാൻ ഒരാളെയും കിട്ടാനില്ല. കായൽ ചെറിയ പന്തൽ കെട്ടി താമസിച്ചു. ജോലി ചെയ്യുന്ന പണിക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ പുലമ്പും, നമ്മളെയും തമ്പ്രാക്കളെയും തെറ്റിക്കാൻ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഒരു ചായ പോലും കിട്ടില്ല. കടക്കാർ പേടിച്ച് മുഖം തിരിക്കും. ജന്മികുണ്ടുകൾ കുറുവടിയുമായി റോന്തു ചുറ്റും. പുഴുത്തുനാറിയാലും നാഴി നെല്ല് പൊലിയന് കൊടുക്കാതിരിക്കുന്ന കാലം. അച്യുതാനന്ദൻ തൊഴിലാളികളെ വഴിതെറ്റിക്കുന്നു എന്നായിരുന്നു ജന്മിമാരുടെ പരാതി. പരാതിക്കാർ ചില്ലറക്കാരൊന്നുമല്ല. മാങ്കൊമ്പിൽ സ്വാമിമാർ, ജോസഫ് മുരിക്കൻ, ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി, ചാലിയിൽ പണിക്കർ തുടങ്ങിയ സമ്പന്നന്മാരാണ്. പാവപ്പെട്ടവൻ്റെ വിയർപ്പ് വിറ്റ് തിന്നുന്ന കായ രാജാക്കന്മാർ. നാട്ടിലെ തെങ്ങിൻ തോപ്പും നെൽപ്പാടങ്ങളുമെല്ലാം അവരുടേതാണ്. കുടിയാൻ കൊണ്ടുവന്ന നെല്ല് അളക്കാൻ കഴിയാതെ ജന്മിയുടെ പത്തായപ്പരയും നിറഞ്ഞ് ബാക്കി വരുന്ന നെല്ല് മുറ്റത്തിട്ട് പെരിച്ചായും പ്രാണികളും തിന്നു തീർത്താലും
നാഴിനെല്ല് പാവപ്പെട്ടവന് കൊടുക്കില്ല. ഗർഭിണിയായ പെണ്ണാൾ വീർത്ത വയറുമായി പാടത്ത് കൊയ്യുന്നതിനിടയിൽ പേറ്റുനോവ് വരും. മൺതിട്ടയിൽ കയറി അവൾ പിറവും. നഗ്നത മറക്കുവാൻ പെണ്ണുങ്ങൾ വന്ന് ചുറ്റും കൂടും. പെറ്റ പെണ്ണ് പിറ്റേന്ന് പാടത്തിറങ്ങും. കുട്ടികൾ പാടവരമ്പത്ത് വളരും. അങ്ങനെയാണ് സഹികെട്ടാണ് ചങ്ങമ്പുഴ എഴുതിയത്, വിത്തനാഥന്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കൻ ഉമിനീരുമെന്ന്. പോലീസ് അവരുടേത്, ഭരണം അവരുടേത്, നീതി ജന്മിക്ക്. ജന്മിയെ ചോദ്യം ചെയ്താൽ നിലമുഴുന്ന കാളകളെ മാറ്റി നിർത്തി നുഖത്തിൽ മനുഷ്യരെ കുനിച്ചു നിർത്തി നിലമൊഴിയിക്കും. ഇവരോട് VS പറഞ്ഞത്, സംഘടിക്കണം, കൂലി ചോദിച്ചു വാങ്ങണമെന്ന്, അഭിമാനത്തോടെ ജീവിക്കണം, നിങ്ങളും മനുഷ്യരാണ്. ആദ്യമൊന്നും പാവങ്ങൾക്ക് മനസ്സായില്ല. അവർക്ക് മനസ്സാവാൻ വേണ്ടി സംസാരം നീട്ടി വലിച്ചു, പ്രത്യേക താളവും ഈണവും കൊടുത്തു. അത് പിന്നീട് പ്രസംഗ ശൈലിയായി. നിങ്ങൾ സംഘടിക്കണം, നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു ലോകം ലഭിക്കും. ചെറുകാലിൽ ജാനകി അമ്മ എന്ന കർഷക സ്ത്രീയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ പിറന്നു. VS-ഉം വർഗീസ് വൈദ്യനും നേതാക്കളായി. തുടർന്ന് ശ്രീമൂലം കായലിൽ നടന്ന ആദ്യ തൊഴിലാളി സമരം വിജയിച്ചു. ആ ഘട്ടത്തിലാണ് നിരണം ബേബിയുടെ കുറുവടിപ്പട മുറവിളി മുഴക്കി, പാളിയിൽ കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും. എന്നാൽ 1957 ഏപ്രിൽ 5 കേരളത്തിൽ അധികാരത്തിൽ വന്ന EMS സർക്കാർ പ്രഖ്യാപിച്ചു, ഇനി മുതൽ ആരും പാളിയിൽ കഞ്ഞി കുടിക്കില്ല, തമ്പ്രാനെന്ന് വിളിക്കില്ല എന്ന്. തുടർന്ന് പിന്നീട് ഉണ്ടായ വിമോചന സമരത്തിൽ കോൺഗ്രസ്സുകാരും ജന്മിമാരും ഗുണ്ടകളും വീണ്ടും പ്രഖ്യാപിച്ചു, പഴയ പാട്ട് വീണ്ടും പാടി, തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളിയിൽ കഞ്ഞി കുടിപ്പിക്കുമെന്ന്. എന്നാൽ ഈ 2026 ജൂലൈ 21 വരെ അതിന് സാധിച്ചില്ല. ഇതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വിജയം. പോലീസുകാർ എന്നേ തീർക്കേണ്ടതായിരുന്നു VS-ന്. പിന്നെയും ജീവിച്ചതിന് കള്ളൻ കോലപ്പൻ എന്ന തടവുള്ളിയും നിമിത്തമായി. VS-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുട്ടൻ കള്ളൻ. പുനഃപ്രവേല സമരകാലത്ത് പാലായിലെ ലോക്കപ്പിലിൽ ഇൻസ്പെക്ടർ ഇടിയൻ നാരായണപിള്ള VS-നെ മർദ്ദിച്ച് അവശനാക്കി. കാല് രണ്ടും ലോക്കപ്പിന്റെ അഴികളിലൂടെ പുറത്തേക്ക് വലിച്ച് ലാത്തികൾ വെച്ച് കമ്പി അഴിക്കുള്ളിൽ ചേർത്ത് കെട്ടി. എന്നിട്ട് കാലിന്റെ വെള്ളയിൽ ചൂരൽ വടി കൊണ്ടടി. അടിയേറ്റു വാങ്ങുന്ന VS-ന്റെ ആത്മധൈര്യം കണ്ട ഒരു പോലീസുകാരൻ തോക്കിന്റെ ബാനറ്റ് കൊണ്ട് VS-ന്റെ കാലിൽ ആഞ്ഞാഞ്ഞു കുത്തി. ചോര തെറിച്ച് തളം കെട്ടിയത് VS-ന് ഓർമ്മയുണ്ട്. അപ്പോഴേക്കും ബോധരഹിതനായി. മരിച്ചു എന്ന നിലയിൽ ഇവനെ കാട്ടിൽ കൊണ്ടുപോയി കളയൂ എന്ന് ഇടിയൻ പിള്ളയുടെ നിർദ്ദേശം. ഇത് കണ്ടു നിന്ന കള്ളൻ കോലപ്പന് VS മരിച്ചിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. കാട്ടിൽ കളയാൻ ഏമാത്രം പോണ്ട, ഞാനും വരാം, പിടിക്കാനും വലിക്കാനും ഒരു സഹായമല്ലേ. അങ്ങനെ കോലപ്പനും ജീപ്പിൽ കയറി. VS-ന് അനക്കമുണ്ടെന്ന് കോലപ്പന് മനസ്സിലായി. നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിക്കൂടെ എന്ന് കോലപ്പൻ പോലീസുകാരോട് ചോദിച്ചു. പോലീസ് സമ്മതിച്ചു. അങ്ങനെ VS-നെ പാലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അല്ലെങ്കിൽ അന്ന് തന്നെ ആ ജീവിതം തല്ലിക്കെടുത്തുമായിരുന്നു. പോലീസുകാർ കാൽവെള്ളയിൽ തോക്കിന്റെ ബാനറ്റ് കുത്തിയിറക്കുമ്പോൾ ഉണ്ടായ വേദന കടിച്ചമർത്തുമ്പോൾ ഞാൻ പുനപ്പറയിൽ പിടഞ്ഞു വീണ സഖാക്കളെയാണ് ഓർമ്മിച്ചതെന്ന് VS പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിലെ കാൽത്തുടങ്കിൽ ചോര തെറിപ്പിച്ച ക്രൂരർക്ക് കാലം കണക്ക് തീർത്തതുപോലെ ഒരിക്കൽ കൂടി VS-ന്റെ കാൽക്കീഴിൽ ആ ബാനറ്റുകൾ ഉയർന്നു. ചുറ്റും പനിനീർപ്പൂവുകളും മുല്ലമാലകളും ശൈലിയിൽ അന്ത്യയാത്രക്കായി നെഞ്ചു വിരിച്ചു കിടക്കുന്ന ആ ജനനായകന് മുമ്പിൽ. പിന്നീട് ആ മുറിവേറ്റ പാദം കൊണ്ട് VS വീറോടെ നടന്നു തീർത്ത ദുരിതങ്ങൾക്കൊടുവിൽ ദർബാർ ഹാളിൽ ആ ബാനറ്റുകൾ VS-ന്റെ കാൽച്ചുവട്ടിൽ നമിച്ചു നിന്നു. പ്രഭാവർമ്മ എഴുതി, പണ്ടു നടന്ന കനൽ പോരാട്ടത്തിലൂടിന്ന് മടങ്ങുന്നു കാവലാളായി, 100 കൊല്ലം ജ്വലിച്ച സംഗ്രാമസൂര്യൻ, ഏറ്റുകൊള്ളുക നീ കാലമേ നിൻ മനസാക്ഷിയിൽ. VS കണ്ണൂരിൽ നിന്നും വടക്കോട്ടുള്ള യാത്രയിൽ എല്ലാ പ്രാവശ്യവും കയറുന്ന ഒരു വീടുണ്ട് കരിവള്ളൂരിൽ, AV കുഞ്ഞമ്പുവിൻ്റെ വീട്. AVയുടെ ഭാര്യ ദേവയാനി ആലപ്പുഴക്കാരി, മഹിളാ പ്രവർത്തക, സഹപാഠി. VS-ഉം AV-യും സന്തത സഹചാരികൾ. 1964 നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങി വന്നവർ. ഒരിക്കൽ ആലപ്പുഴ പമ്പിംഗ് ലേലം നടക്കുമ്പോൾ ജോൺ ജേക്കബ് എന്ന നിരണം ബേബിയുടെ ഗുണ്ട ഇയോച്ചൻ VS-ന് നേരെ കടാരിയുമായി കുതിച്ചപ്പോൾ ഇയോച്ചൻ എന്ന ഗുണ്ടയെ കയറി പിടിച്ച് തടഞ്ഞത് AV കുഞ്ഞമ്പുവിൻ്റെ മൂത്ത മകൻ വിജയകുമാറായിരുന്നു. വിജയകുമാർ ആലപ്പുഴ SD കോളേജിൽ പഠിക്കുന്ന SFI പ്രവർത്തകനായിരുന്നു. പ്രസ്തുത കേസിൽ വിജയകുമാറിനെ അടക്കം പ്രതിയായി. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായ മർദ്ദനം, പിന്നീട് വിദ്യാർത്ഥി പരിഗണനയിൽ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ജീവൻ രക്ഷിച്ച വിജയകുമാറിന്റെ കാലത്തും VS-ന് വാത്സല്യമായിരുന്നു. 1960 കാലത്താണ് തൻ്റെ 44-ാമത്തെ വയസ്സിൽ VS വസുമതിയെ കല്യാണം കഴിച്ചത്. വസുമതി മഹിളാ പ്രവർത്തകയായിരുന്നു. പിന്നീട് നഴ്സിംഗ് പഠിച്ച് സർക്കാർ സർവീസിൽ നഴ്സായി ജോലി ചെയ്തു. സഖാവ് ആർ സുഗതന്റെ അവിവാഹിത ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ നേരിട്ട് കണ്ട VS പാർട്ടി ഓഫീസിൽ താമസിച്ച സുഗതൻ മൂത്രമൊഴിക്കാൻ പോലും സഖാക്കൾ സഹായിക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു. തൻ്റെ രാഷ്ട്രീയ ഗുരുവിൻ്റെ സ്ഥിതി തനിക്കുണ്ടാകരുതെന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് വിവാഹം നടന്നത്. VS എന്നും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു. VS ഒരിക്കൽ ഷർട്ടൂരി അമ്പലത്തിൽ കയറിയ ചിത്രം പ്രചരിപ്പിച്ച് VS ദൈവവിശ്വാസിയാണെന്ന് ചിത്രീകരിക്കാൻ നോക്കിയ ചരിത്രം മലയാള മനോരമക്കുണ്ട്. സ്വന്തം ഭൂമി കയ്യേറ്റം മൂടിവെക്കാനായിരുന്നു ഈ കള്ളവാർത്ത. 2022 ഒക്ടോബർ 29
പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പന്തലൂർ ക്ഷേത്രത്തിലെത്തിച്ചു. മനോരമ കുടുംബം അനധികൃതമായി കൈവശം വെച്ചിരുന്ന 400 ഏക്കർ ക്ഷേത്രഭൂമി തിരിച്ചു പിടിക്കണമെന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നായിരുന്നു ക്ഷേത്ര സന്ദർശനം. ജുബ്ബയഴിച്ച് ക്ഷേത്രത്തിൽ കയറി ക്ഷേത്ര പരിസരവും കയ്യേറ്റ ഭൂമിയും സന്ദർശിച്ചു. ഈ ക്ഷേത്രത്തിൽ ഷർട്ട് അഴിച്ചു നിൽക്കുന്ന പടവും വാർത്തയും നൽകിയാണ് മനോരമ പ്രതികാരം ചെയ്തത്. അതിലൊന്നും വി എസ് കുലുങ്ങിയില്ല. പോരാട്ടം ഫലം കണ്ടു മനോരമയ്ക്ക് 390 ഏക്കർ ഭൂമി നഷ്ടമായി. ഭൂമി തിരിച്ചു കിട്ടിയ പന്തല്ലൂർ ക്ഷേത്ര കമ്മിറ്റി വി എസിനെ പിന്നീട് ആദരിച്ചു. ഇതുപോലെ എത്രയെത്ര പോരാട്ടങ്ങൾ. പാവങ്ങൾക്കും പ്രകൃതിക്കും നിർഭയം കാവൽ നിന്ന പച്ച മനുഷ്യൻ. വി എസ് എന്ന ശബ്ദത്തിന്റെ പര്യായം പോരാട്ടം എന്നായിരുന്നു. ഒട്ടേറെ പരിസ്ഥിതി വിഷയങ്ങളിൽ, വിശേഷിച്ചും നമ്മുടെ എൻഡോസൾഫാൻ വിഷയത്തിൽ രാഷ്ട്രീയ ലോകത്തെ ഒറ്റയാൻ പട്ടാളമായിരുന്നു വി എസ്. കാസർകോട്ടെ വിഷവിരുദ്ധ സമരങ്ങൾക്ക് വി എസ് നൽകിയ ഊർജ്ജം ശക്തമായിരുന്നു. 2004 എൻഡോസൾഫാൻ വിരുദ്ധ സമിതി സംഘടിപ്പിച്ച് ക്വിറ്റ് എൻഡോസൾഫാൻ സമരം ഉദ്ഘാടനം ചെയ്ത് സഖാ വി എസ് ആയിരുന്നു. ആ പരിപാടിയിൽ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. അന്യാധീനപ്പെട്ട മണ്ണിനും അപമാനിക്കപ്പെട്ട പെണ്ണിനും അപഹരിക്കപ്പെട്ട തണ്ണീരിനും അടിത്തട്ടിലെ മനുഷ്യർക്കും ഒരുപോലെ രക്ഷകനായിരുന്നു വി എസ്. അതുപോലെ നേർവേലി സംരക്ഷിക്കാൻ വി എസ് നേതൃത്വം നൽകി. വർഗ നിലപാടിൽ മുറുകെ പിടിച്ച് അന്യവർഗ നിലപാടുകൾക്കും തെറ്റായ ആശയങ്ങൾക്കും നേരെ സമരം ചെയ്ത് ശരിയായ പാതയിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കമ്മ്യൂണിസ്റ്റ് നിലപാടിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സമരം തന്നെയാണ് എൻ്റെ ജീവിതവും. ശരിയായ വർഗബോധം സൂക്ഷിച്ച വ്യക്തി വലത് വ്യതിയാനങ്ങളോട് കടുകട് വിട്ടുവെച്ചില്ല. അനീതികളെ എക്കാലത്തും തുറന്നു നിർത്തും. കട്ടുമുടിച്ച് മതിയായില്ലേ എന്ന് എതിരാളികളോട് കുസലില്ലാതെ തുറന്നടിച്ച് പറയുന്ന മനസ്സ്. അഴിമതിക്കെതിരെ ഇടമലയാർ കേസിൽ വ്യാപാരി, ഒരു ജനതയ്ക്ക് നല്ലത് വരുവാൻ വേണ്ടി പ്രവർത്തിച്ച നേതാവ്. മലമ്പുഴക്കാർ പറഞ്ഞത് മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും വായിച്ചല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റായത് വി എസ് പറഞ്ഞത് കേട്ടാണ്. ജീവിതത്തെ പോരാട്ടമായി കണ്ടും സ്വയം പോരാളിയായും ഇറങ്ങിത്തിരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ്. പുനപ്രവയലാർ വാർഷികത്തിൽ ദീപശിഖ കൈമാറുവാൻ മുടങ്ങാതെ എത്താറുള്ള അതേ മണ്ണിൽ പി കൃഷ്ണപിള്ള, ആർ സുഗതൻ, പി ടി പുന്നൂസ്, ജോർജ് അടിയമുറി, ടി വി തോമസ്, കെ ആർ ഗൗരിയമ്മ, പി കെ ചന്ദ്രാനന്ദൻ, സി കെ സദാശിവൻ, എം എൻ ഗോവിന്ദൻ നായർ, കെ സി ജോർജ്, സി കെ വേലായുധൻ, പി കെ മാധവൻ, എ ടി ചന്ദ്രശേഖരൻ, സി കെ ചന്ദ്രപ്പൻ, ഇങ്ങനെ ഒട്ടേറെ സമര സഖാക്കൾക്കൊപ്പം വി എസിനും നിത്യനിദ്ര. അവിടുത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പി ഭാസ്കരന്റെ വരികൾ, ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ ഒരു നാടിനേകിക്കൊണ്ട് ഉയരും വീണ്ടും എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. പണിയെടുക്കുന്നവർക്ക് നടുനിവർത്തുവാനും അവകാശവും അധികാരവും ഇല്ലാതിരുന്ന കാലത്ത് അനീതികൾക്കെതിരെ പടപൊരുതിയ സഖാവാണ് വി എസ്. ജന്മിത്വത്തിനും മുതലാളിത്തത്തിനുമെതിരെ തുടക്കമിട്ട പോരാട്ടം പിന്നീട് മണ്ണിനും പ്രകൃതിക്കുമായി പോരടിച്ചു. 1946 ഒക്ടോബർ 28 പുനപ്രവയലാർ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ്, പിന്നീട് ക്രൂരമായ മർദ്ദനം. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടാതെ ജയിൽ. AKGയും വി എസും. 1952 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി. 1957 ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. 1957 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. 1959 ദേശീയ കൗൺസിൽ അംഗം. 1957 സർക്കാർ ഉപദേശ സമിതിയിലെ 9 അംഗങ്ങളിൽ ഒരാൾ. 1964 ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങി വന്ന 32 പേരിൽ ഒരാൾ. തുടർന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി. 1967, 1991, 2001, 2006, 2011, 2011, 16 തിരഞ്ഞെടുപ്പുകളിൽ MLA. 1990 ആദ്യമായി പ്രതിപക്ഷ നേതാവ്. 2001-ലും 2011-ലും പ്രതിപക്ഷ നേതാവ്. 1997 നിലനികത്തിൽ വിരുദ്ധ സമരത്തിൽ. 2006 മെയ്യിൽ മുഖ്യമന്ത്രി. 2009 വിവാദമായ മുന്നാർ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ നേതൃത്വം കൊടുത്തു. 2009 PBയിൽ നിന്നും വിടവാങ്ങി. 2019 ഒക്ടോബർ പുനപ്രവയലാർ വാർഷിക ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ വി എസിന് ശാരീരിക അസ്വസ്ഥങ്ങളും ഉണ്ടായി. പിന്നീട് പൂർണ്ണ വിശ്രമം. 2023 ഒക്ടോബർ 20 100-ാം ജന്മദിനം. 2025 ജൂൺ 21 വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞു. പ്രിയമുള്ളവരെ, മരണമില്ലാത്ത വാക്കായി വി എസ് തലമുറകളിലേക്കും പടരും. മഹാനായ വിപ്ലവകാരിയും തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനുമായിരുന്ന സമരസൂര്യൻ വി എസിന്റെ ഉജ്ജ്വലമായ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.